ലൈംഗിക പീഡന കേസിൽ നടൻ ജയസൂര്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ജയസൂര്യ കോടതിയെ സമീപിച്ചത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്? അസിത, ഈ ജയസൂര്യക്കെതിരെ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസും മറ്റൊന്ന് കൂത്താട്ടുകുളം പോലീസ്. ആദ്യം തൊടുപുഴ പോലീസാണ് അത് കേസെടുത്തതെങ്കിലും പിന്നീട് കൂത്താട്ടുകുളത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ രണ്ട് കേസിലും ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് ലൈംഗികാതിക്രമം ഉണ്ടായി എന്നുള്ള അധികാരിയുടെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഈ സാഹചര്യത്തിലാണ് ഈ കേസുകളിലും മുൻകൂർ ജാമ്യം തേടി ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും താൻ നിരപരാധിയാണെന്നും തനിക്കെതിരെയുള്ളത് വ്യാജ കേസാണ് എന്നുമാണ് ജയസൂര്യ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാണ് ജയസൂര്യ ഹർജിയിൽ പറയുന്നത്. ഈ ജയസൂര്യക്കൊപ്പം നടൻ ബാബുരാജും ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ബാബുരാജിനെതിരെ അടിമാലി പോലീസാണ് കേസെടുത്തിരുന്നത്. അത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അടിമാലിയിലെ റിസോർട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിമാലി പോലീസ് ബാബുരാജിനെതിരെയും കേസെടുത്തിരുന്നത്. ഈ സാഹചര്യത്തിൽ ബാബുരാജും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജയസൂര്യക്കെതിരെയുള്ള ഒരു കേസ് തിരുവനന്തപുരത്ത് ആലുവയിൽ താമസിക്കുന്ന നടിയുടെ പരാതിയിലാണ് ജയസൂര്യക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് സമീപം വെച്ച് ജയസൂര്യ മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈംഗികാതിക്രമം ഉൾപ്പെടെ ചുമത്തി കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. അതിനുശേഷമാണ് പിന്നീട് കൂത്താട്ടുകുളം തൊടുപുഴയിൽ ലൊക്കേഷനിൽ വെച്ച് അതിക്രമം ഉണ്ടായി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് സംഭവം നടന്നത് കൂത്താട്ടുകുളം സ്റ്റേഷൻ പരിധിയിലായതിനാൽ കൂത്താട്ടുകുളം പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. ഈ രണ്ട് കേസുകളിലാണ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്. ബാബുരാജ് അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. ശരി, കെ. ഉമേഷ് വിവരങ്ങൾ നൽകിയത്.